അത് മറ്റോളം പറയും കേട്ടോ, അത് ഷാർവാൻ. അതിനുള്ള ഒരു പണി അവർക്ക് ഇപ്പം ഞാൻ കൊടുത്തു, ഒരു 4-5 ദിവസം. അവളെയും കയറ്റി കൂടുതൽ വേറെ 2 ആളെയും കയറ്റിട്ട് ഇവളെ പിന്നെ വീട്ടിലിറങ്ങിയിട്ട് ഇവള് വീട്ടിൽ ഇറങ്ങൂല, ഒരു വിധത്തിലും വണ്ടി വിടൂല. അവൾക്ക് ആ വണ്ടിയിൽ കൂടെ കൊണ്ടി കൂടെ പോയിട്ട് ഇത് അവളതാണെന്ന് പറയണം. ഞാൻ അവളോട് സാധനം വലിച്ചവര് തറയിട്ടിട്ട് വണ്ടി എടുത്ത് ഞാനും പോയി. അവൾക്ക് അർജന്റായിട്ട് കൊണ്ടുപോയി പോകണം, കൊണ്ടുപോയില്ല. ഞാനിതിൻ്റെ അടുത്ത് പരമാവധി ഒതുക്കി പോക്കാണ്. എന്റെ കാരണം പറയാം, മറ്റുള്ളവരെ അറിയാൻ നമ്മൾ വെള്ളം വയ്ക്കുന്നത് അതിന്റെ നാണക്കേട്. എത്ര ഇങ്ങനെ ഒതുങ്ങിപ്പോയാലും ഇവര് ഒതുങ്ങാൻ സമ്മതിക്കും. ഈ കാനക്കുഴി വികസനം അല്ലേ ഇത് കിടക്കണായിരുന്നു. പിന്നല്ല, ചെടിക്കച്ചവടക്കാർ മാത്രമല്ല ഒരുപാട് ദൂരം ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ആണല്ലേ, ചെടി എടുക്കാൻ ലോറി കണക്കിന് കയറി പോകുന്നുണ്ട്. അതെ, ദൂരെ നിന്ന് ആൾക്കാർ വന്ന പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ വലിയ കച്ചവടക്കാരൻ സുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവന്റെ കുറ്റത്തിനായിട്ടുണ്ട്. ഇപ്പോഴെന്നെ പറയാം, നേരത്തെ എനിക്ക് അയാളെ ഓട്ടമാണ് കാര്യമായിട്ടുള്ളത്. ഇപ്പോഴാ ഇപ്പൊ എന്താ കേട്ടോ, അയാളെ മെനക്കെട്ട് യാത്രയല്ലേ, മെനക്കെട്ട് പോക്കും വരവുണ്ട്. അതേപോലെ കസ്റ്റമറും വരുന്നുണ്ട്. ഇത് പണ്ടത്തെ പാഞ്ചിക്കാടനും പുത്തമ്പേട് രണ്ടുപേരും കൂടെയാണ് ഈ പ്രദേശം അല്ലേ. ഏകദേശം 100 ഏക്കർ വീതം ആൾക്ക് ഇപ്പോഴും കുടിച്ചല്ലേ അതിൻ്റെ മോന് ഇളയ മോന് കുറേ പിടിച്ച്. അവരെവിടെ നിന്നാ വന്ന താമസമാണ്, അതാണ് പുത്തമ്പേട്. പുള്ളിയുടെ ഒരു മകൻ പള്ളിയിട്ട് താമസിക്കുന്നില്ല, ഉണ്ടാകാൻ മരിച്ചല്ലേ. വീടുണ്ട് ഇല്ല, അല്ല മരിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ചെറുതിലെ തന്നെ പുള്ളിയെ കാണുമ്പോൾ 10-40 വയസ്സ് വരും. ഈ പള്ളിക്ക് സ്ഥലം കൊടുത്ത പുള്ളിയാണല്ലോ. ഇതേമാതിരി ചങ്ങനാശ്ശേരി കോലഞ്ചേരി അവിടെ ഞാൻ പോയിരുന്നു. എന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീ വിളിച്ചോണ്ട് പോയതാണ്, ഈ RC പള്ളിക്കാർ. അവരെ കൂട്ടത്തില് എൻ്റെ അപ്പുറത്ത് കുറെ അപ്പുറത്ത് വേറെ ഒരാളുള്ളത്. ആള് പറയുന്നത് ആ ടൗണിൽ കാണിച്ചു തന്നു. ആ അറ്റംപോലെ ഏറ്റവും ഒരു 3-4 കിലോമീറ്റർ ദൂരം വരും. അതിന് അപ്പൂപ്പൻ്റെ ഇറങ്ങിയായിരുന്നു. അപ്പൂപ്പൻ മക്കൾക്ക് കൊടുത്ത് അവരവരെ മക്കൾക്ക് കൊടുത്ത് പല കൈകളിലായി. ഒരു 2-3 കിലോമീറ്റർ ദൂരം ആ ഒരു ടൗണ് ഒരാളെ കയ്യിൽ. ഒരാളെ കയ്യിൽ തന്നെ ഇരുന്നാൽ വികസനം വരില്ല, കൈ മാറി മാറി പോകും. അതൊക്കെ ഈ സിറ്റികളായി മാറുന്ന അങ്ങനെയാണല്ലോ. 1 ഏക്കർ 5 ഏക്കറൊക്കെ ഉണ്ടായിരുന്നതിന് 5-10 സെന്റ് ആകുമ്പോൾ ഈ ബാംഗ്ലൂർ സിറ്റിയെ ബാംഗ്ലൂർ സിറ്റി എല്ലാ മേടിക്കുന്നവന്മാര് 15 ഏക്കർ 20 ഏക്കർ 30 ഏക്കർ 50 ഏക്കർ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ വക. അതില് ഈ 1 ഏക്കറും 2 ഏക്കറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആദ്യം വിറ്റ് പൈസ വയ്ക്കുക. അത്
അതെങ്ങനെ വികസനം വലുതായി വരുന്ന പൈസയ്ക്ക് സ്ഥലത്തിന് വില കൂടിയ അനുസരിച്ച് മറ്റുള്ളവരും വിൽക്കാൻ തുടങ്ങി. ഒരാൾ പോയിട്ട് ഒരു 10 ഏക്കർ സ്ഥലം ഒരാളിൽ നിന്ന് മൊത്തത്തിൽ ചെറിയ വിലയ്ക്ക് എടുത്തിട്ട് അതിനെ പീസാക്കി കൂടിയ വിലയ്ക്ക് വിൽക്കും. അതങ്ങനെ വികസനമായി. അങ്ങനെയാണ് ടൗൺ ഭയങ്കരപ്പെട്ട ടൗണായിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഒരാൾ ആദ്യം വാങ്ങുന്നത് റിയൽ എസ്റ്റേറ്റിന് പിന്നെ അതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയണത്. ഒരേക്കറൊക്കെ വാങ്ങിച്ചിട്ട് പങ്കുവെച്ച് 5ഉം 10ഉം തിരിച്ച് കെട്ടിടങ്ങൾ വെച്ചോ വയ്ക്കാതെ കൊടുക്കുക. അതിന് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഇതാണ് ആര്യനാട് പള്ളിവട്ട ആര്യനാട് റോഡ്. പണ്ട് ഇതിൽ നടന്നു പോകും. പണ്ട് ഇവിടെ ഒരു മിന്നൽ വീഴുന്ന ഓർമ്മയുണ്ടോ? ഇടിയ മിന്നൽ എന്തോ